ಟ್ರಾನ್ಸ್ಫರ್ ಇರ್ತಾನಲ್ಲ ಸಾವು വെൽക്കം ടു LGNGK. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് വേട്ടയാൻ മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ആണ്. ഇവിടെ പറയുന്നത് റിവ്യൂ എന്നാണ്. നമ്മൾ എന്തായാലും ട്രെയിലർ ആയിട്ട് തന്നെയാണ് അത് കാണുന്നത്. ഇതിന് മുന്നേ ജവാൻ ആയിരുന്നു പ്രിവ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി വേറെ എന്തെങ്കിലും ഇറങ്ങുമെന്ന് അറിയില്ല കേട്ടോ. കാരണം ഇതൊരു ചെറിയൊരു സംഭവമാണ് ഇറങ്ങിയേക്കുന്നത്. 38 സെക്കൻഡേ ഉള്ളൂ. പക്ഷെ ടീസർ പോലെയാണ് ഡ്യൂറേഷൻ ഏകദേശം കാണുന്നത്. പക്ഷെ ട്രെയിലർ ആവാനും സാധ്യതയുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കറിയാം നമ്മുടെ തലൈവർ അമിതാഭ് ബച്ചൻ സാർ, ഫാസിൽ, റാണ ദഗുപതി, അങ്ങനെ കുറേ അധികം മഞ്ജു ചേച്ചി വലിയ വലിയ കാസ്റ്റ് ഉണ്ട് ഈ ഒരു പടത്തിൽ. അതും എല്ലാവർക്കും ആ ഒരു പ്രാധാന്യം കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ അത്രയും നല്ല റോൾസ് എടുക്കാൻ പറ്റിയ ആളുകളാണ് ഇവരെല്ലാവരും ഉള്ളത്. ആൻഡ് ഇതിന്റെ ഡയറക്ടറും ഭയങ്കര പ്രോമിസിംഗ് ആണ്. TJ ജ്ഞാനവേലി. ഞാൻ കേട്ടിടത്തോളം കഴിഞ്ഞ ഒരു ജയ് ഭീമിന്റെ ഡയറക്ടർ ആണെന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം എന്തോ ഒരു കമന്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ഡയറക്ടറും കൂടിയാണ്. കാരണം സ്ക്രിപ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള. കാരണം നമുക്ക് തന്നെ അറിയാം തലൈവരുടെ ലാസ്റ്റ് മൂവി അല്ല ഏകദേശം ജയിലർ ലാസ്റ്റ് മൂവി അതിനുശേഷം ലാൽ സലാമിൽ ക്യാമിയോ ആയിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾക്ക് അതോടൊരു നമുക്കത് അങ്ങനെ ഒരു മൂവി ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷെ അതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ലാലേട്ടനാണെങ്കിലും ശിവണ്ണ ആണെങ്കിലും ഒക്കെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ, അല്ലെങ്കിൽ എന്നാലും അവർക്ക് ഒരു എക്സ്റ്റൻഡ് സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഏകദേശം ഈ ഒരു മൂവിയിൽ കാണുമ്പോഴും കുറച്ചധികം നമ്മൾക്ക് ഭയങ്കര പരിചയമുള്ള, അല്ലെങ്കിൽ നമുക്ക് കാണാൻ ഇഷ്ടമുള്ള കുറേയധികം ആക്ടേഴ്സ് അദ്ദേഹത്തെ കൂടാതെ ഈ ഒരു മൂവിയിലുണ്ട്. ആ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആൻഡ് ഓൾസോ ലൈക്ക് ആ ഒരു ടൈഗർ കാ ഹുക്കും ഒരു വൈബൊക്കെ നമുക്ക് വേട്ടേന്റെ ആ രണ്ടാമത്തെ സിംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലുണ്ടായിരുന്നു. പിന്നെ അനിരുദ്ധിന്റെ പാട്ടായതുകൊണ്ട് തന്നെ എന്തായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടും രണ്ടാം അടിപൊളിയായി ഷുവറാണ്. നമുക്ക് നേരെ കണ്ടുനോക്കാം. ആ പ്രിവ്യൂവിന്റെ അകത്ത് കഴിഞ്ഞ പ്രാവശ്യം ജയിലറിൽ ഒഫീഷ്യൽ ഷോ കേസ് ഉണ്ടായിരുന്നത്. അതായത് ട്രെയിലർ പേര് അങ്ങനെ ട്രെയിലർ എന്ന് പറഞ്ഞില്ല. എനിക്കും ചിലപ്പോ ഇതും അങ്ങനെ തന്നെ പ്രിവ്യൂ എന്ന് പറഞ്ഞ് ട്രെയിലർ കാണിക്കുന്നത് കാണാം. തുടങ്ങാം. റെഡി? Do you know who these officers are? Renowned encounter specialists, sir. Encounter specialist. இந்த நாட்டில் லட்சக்கணக்கான போலீஸ் ஆபீசர்ஸ் இருக்கும் போது இவங்களும் மட்டும் அடையாளம் தெரியுது. மோஸ்ட் டேஞ்சரஸ் கிரிமினல்ஸ் தைரியமா என்கவுண்டர் பண்ணதால இவங்க ஹீரோஸா இருக்காங்க. ஒரு பொண்ணு கைவந்தா கொடுத்தா ஒரு பேர் வர மாட்டேங்காங்க. நமக்கு எஸ்பிங்க பேர்ல ஒரு எல்லாம் வந்திருக்காங்களா? போலீஸ் ஆபீசர் நம்ம ஊர்ல நாளை பப்ளிக்கே கூட பண்ணா ട്രാൻസ്ഫർ ഇരിക്കാനല്ല സാബു മറ്റേ വിനായകന്റെ ലുക്ക്. എക്സാക്ട്ലി. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ. സോ എൻകൗണ്ടർ എന്ന പേരിലെ കൊലപാതകം ഹീറോയിസം. என்கவுண்டர் இஸ் கில்லிங். ஆக்சுவலி என்கவுண்டர்ங்கிறது குற்றம் செஞ்சவங்களுக்கு கொடுத்த தண்டனை மட்டும் இல்ல, இனிமே இந்த மாதிரி குற்றம் நடக்கக்கூடாது என்பதற்கு எடுக்கிற முன்னெச்சரிக்கை நடவடிக்கை. he is killing directly. Encounter. Oh, that's what that face off. commercial സംഭവം അല്ലേ? And that too so many areas. No, I felt it like ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കമേഴ്ഷ്യൽ എലമെന്റ് കിട്ടി. ഭയങ്കര ഒരു എവിടേക്കോ ഒരു സംഭവം. അതായത് though it is like ചിലപ്പോ എനിക്ക് അറിയില്ല how many രജനി ഫാൻസ് would like this trailer kind. എനിക്ക് കാരണം വെച്ചാൽ ഇതിനകത്തൊരു ഡിഫറെന്റ് വൈബാണ്. But I personally liked it. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഫോർമാറ്റ് ഉള്ള, പ്രത്യേകിച്ച് ആ ഒരു ജയിലറിലൊക്കെ കണ്ട നമ്മളുടെ രജനി സാറിനെ നമ്മള് കുറച്ചിങ്ങോട്ട് മാറ്റിക്കൊണ്ട് ഒരു കൊമേഴ്ഷ്യൽ സംഭവത്തിലോട്ട് വന്നു. അതിന്റെ അകത്ത് കണ്ടിരിക്കുന്ന നമ്മൾ കുറച്ചും കൂടി രജനി സാർ മാത്രം അടങ്ങുന്ന ഒരു സംഭവമാണ് അല്ലെ. അതിനെ നമ്മൾ കാണുന്ന സമയത്ത് കുറെ സ്ഥലത്ത് അങ്ങനെ തോന്നില്ലേ രജനി സാറിന്റെ പക്കാ പടാണെന്നുള്ളത്. പക്ഷെ ഇതിന്റെ അകത്ത് തന്നെ രജനി സാറിന്റെ ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് നല്ല റോള് കൊടുത്ത പോലെ തോന്നി. പ്രത്യേകിച്ച് ബച്ചൻ സാറിന്റെ ആ ഒരു ഫേസ് ഓഫ് സീൻ ഏകദേശം, അതായത് അദ്ദേഹം ഏകദേശം ഓപ്പോസിറ്റാ നിൽക്കുന്നത്. അതായത് ആ പറയുന്നത് എൻകൗണ്ടർ ചെയ്യാന്ന് വെച്ചാൽ എല്ലാരും against of that, because what he's doing actually like encounter specialist ആണ്, but he's also killing some people like ആ ഒരു എൻകൗണ്ടറിന്റെ പേരില്. പക്ഷെ അതിന് അഗെയിൻസ്റ്റ് ആണ് ഇവര്.
See that ഷമ്മി എഫക്ട് ഓഫ് ഫഹദ് ഫാസിൽ എക്സാക്ട്ലി അല്ലേ. അതും ഷമ്മി മാത്രല്ല കേട്ടോ, കുറച്ചൊരു കോമിക് വേർഷനും പോലെയുണ്ട്. കാരണം ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് കളർഫുൾ ഡ്രസ്. യു സോ ദാറ്റ് മാൻഡ്രിസം, ലൈക്ക് ആ ഒരു വാക്ക് ചെയ്യുന്ന ആ ഒരു മാൻഡ്രിസം അങ്ങനെ ഒരു ചെറിയൊരു സൈക്കോ ഫീൽ ഉണ്ട്. എവിടെയോ ഒരു സൈക്കോ ഫീൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി ലൈക്ക് ഫഹദ് ഫാസിൽ ഇപ്പൊ റീസെന്റ് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ആ ഒരു ആവേശം മോഡിലാണ് നമ്മളിപ്പോ ഉള്ളത് ശരിക്കും. ഏകദേശം ആ ഒരു മോഡൽ ഇതിനകത്ത് ഒരു ആവേശത്തിലൊരു ഷമ്മി അങ്ങനെ വേണമെങ്കിൽ പറയാം. ആൻഡ് അത് മാത്രമല്ല സാബല്ലേ ഇത്, സാബാണ് മനസ്സിലാവുന്നില്ല. ഞാനിങ്ങനെ പെട്ടെന്ന് ആരുടെ സാബും പിന്നെ പക്ഷെ ഫേസ് നല്ല മാറ്റമില്ല, നല്ലോണം മാറ്റം. എനിക്ക് തോന്നുന്നു വിനായകന്റെ ഒക്കെ ഒരു വൈബ് പിടിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. ഏകദേശം ഹിറ്റ് ഫോർമാറ്റ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. അതല്ലേ മനസ്സിലായ തന്നെ എടുത്തത്. കുറെ ഫ്രെയിംസ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഹിറ്റ്. എനിക്ക് മലയാളം വൈബ് ഉണ്ട് പടത്തിൽ കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അതായത് മലയാളമായിട്ടായിരിക്കില്ല, പക്ഷെ നമുക്കൊരു വൈബിന് വേണ്ടിയിട്ട്. കാരണം മലയാളികൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾക്കറിയുന്ന കുറെ ആക്ടേഴ്സ് ഇല്ലേ, കാണുമ്പോൾ ഫഹദ് ഫാസിലാണെങ്കിലും സാബു ആണെങ്കിലും മഞ്ജു ചേച്ചി, പിന്നെ അങ്ങനെ കുറെ ആൾക്കാര്. അപ്പോ എന്താ പറയാ ശരിക്കും. ആൻഡ് ഓൾസോ ലൈക്ക് ഹിന്ദി ഓഡിയൻസിനും ലൈക്ക് ഇറ്റ് ഇസ് മോർ ഇംപ്രസീവ്. കാരണം ബച്ചൻ സർ ഉണ്ട്, പിന്നെ ആണെങ്കിൽ റാണ ദഗ്പതി ഏകദേശം ഒരു അവിടുത്തെ ആള് പോലെയാണ്. പിന്നെ എനിക്ക് തോന്നിയത് എന്താ അറിയോ, അതായത് ട്രെയിലർ കണ്ടപ്പോ എനിക്ക് കംപ്ലീറ്റ്ലി കിട്ടിയത് ഇത് കറക്റ്റ് ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള ട്രെയിലറാണ്. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ 1 മിനിറ്റ് 38 സെക്കൻഡിലിട്ട്. കാരണം ഒരു പോലീസ് സ്റ്റോറിയാണ് ആക്ച്വലി. അപ്പൊ പോലീസ് സ്റ്റോറിന്റെ അകത്ത് എനിക്കൊന്ന് കൂടുതൽ സാധനങ്ങൾ ഇട്ടുതന്നാൽ നമുക്ക് എല്ലാം കിട്ടിപ്പോവും. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ എനിക്കൊന്ന് ഡയറക്ടറിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സാധനം കിട്ടിയ പോലെ ഉണ്ട് കേട്ടോ സിനിമയിൽ. കാരണം കംപ്ലീറ്റ്ലി ഒരു രജനി ഷോ അല്ല ഉള്ളത്. അത് ഭയങ്കര അല്ലേ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും നേരത്തെ പറഞ്ഞില്ലേ രജനി ഫാൻസിന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അതാ ഞാൻ പറഞ്ഞത്, രജനി ഫാൻസ് കട്ട രജനി ഫാൻസിന് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഈ ഒരു സംഭവം. ബിക്കോസ് അങ്ങനെയാണ്. കാരണം ഇതിനകത്ത് എല്ലാവർക്കും ആ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ ഒരു ഫോർമാറ്റിലില്ലേ, അതായത് ഒരു ഹീറോ ഉണ്ടെങ്കിലും അയാൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫോർമാറ്റാണ് ആള് പിടിച്ചിരിക്കുന്നത്. പിന്നെ ആണെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഒരു വൈബും എന്താ പറയാ സ്റ്റൈലിഷ് സീനുമായിട്ട് വേറെ രീതിയിലാണ് പോണേ. ആക്ച്വലി മേ ബി പ്രിവ്യൂ കണ്ടോണ്ടായിരിക്കും നമുക്ക് പടത്തിലായിരിക്കും ചിലപ്പോൾ ഒന്നും കൂടി മാച്ച് ആവും. ഐ ഫീൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലൈക്ക് ബിക്കോസ് ഹീസ് ടേക്കിംഗ് യുനോ സംതിങ് ലൈക്ക് ആ ഒരു രീതിയിൽ എടുത്തിട്ടായിരിക്കും ആള് എൻകൗണ്ടർ ചെയ്യുന്നത്. രജനി സാറിന്റെ ഭാഗം പറയുന്നുണ്ട്, അതായത് കൊല്ലുന്നത് എന്തിനാ വെച്ചാൽ ഇനി അടുത്തൊരു കുറ്റം അവർ ചെയ്യാണ്ടിരിക്കാനാണ്. കാരണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് പിന്നെയും രക്ഷപ്പെട്ട് ചിലപ്പോൾ പിന്നെയും ചെയ്യില്ലേ. ഓൾറെഡി കുറ്റം ചെയ്ത ആളാണല്ലോ, അപ്പൊ അത് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊല്ലണം എന്നുള്ള സംഭവം. അതുകൊണ്ടാണ് വേട്ടേന്റെ ആ പേരിലൊരു ഒരു മറ്റേതില്ല, ഒരു ഉണ്ട പോകുമ്പോ നമുക്ക് കിട്ടുന്ന സംഭവമില്ല. അപ്പൊ ഏകദേശം ഇതൊക്കെ തന്നെയാണ് അതിനകത്ത് പറയാൻ പോകുന്നത്. പിന്നെ ഇറ്റ്സ് ഓൾ ഡിപെൻഡ്സ് ഓൺ ലൈക്ക് ഹൗ ഡയറക്ടർ ഷോയിങ് അല്ലെ. ഉണ്ടാവും കാരണം ആണെങ്കിൽ എന്തായാലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഇത്രയും വലിയ കാസ്റ്റിനെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അവർക്കൊക്കെ ആ ഒരു സ്പേസ് കൊടുക്കണം എന്നുള്ളത് അവർക്കും അറിയാം. അപ്പൊ അതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് ആ കഥയിൽ എന്താണ്, അല്ലാണ്ട് വെറുതെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഫസ്റ്റ് തന്നെ ഏകദേശം തീരുമാനമാവും സംഭവം. പ്രത്യേകിച്ച് തെലുഗുവിൽ ഇപ്പൊ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ ഹിറ്റ് ആക്കിയിട്ടുണ്ട് ബച്ചൻ സാറിനെ. അപ്പൊ ഇതിന്റെ തമിഴിൽ വരുന്ന സമയത്ത് ആളെ എക്സ്പെക്ടേഷനും കൂടും സൗത്തില് വരുമ്പോന്ന് വെച്ചാൽ. നമ്മൾ മലയാളത്തിൽ പണ്ട് കൊണ്ടുവന്ന് ഫ്ലോപ്പ് ആയിരുന്നു, സാറിനെ കാണ്ടാറിൽ കൊണ്ടുവന്നായിരുന്നു. ഇമോഷണലി വന്നതുകൊണ്ട് അതിനകത്ത് ബച്ചൻ സാറിനൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അധികം. അങ്ങനെ ഒരു ഫീൽ കിട്ടി. ചിലപ്പോ അതായിരിക്കും. എന്തായാലും വെയിറ്റിംഗ് ഫോർ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാത്ത വീഡിയോ വരുന്നതാണ്. ബൈ ബൈ.